ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു അട ഉണ്ടാക്കിയാലോ. ചിക്കൻ ഇലയടയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് വേവിച്ച് മിക്സ് ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ചു. അതിന് ശേഷം ഒരു പാത്രത്തിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ട് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അതിന് ശേഷം 1/2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായി നമ്മൾ ഇളക്കി. പലവിധ അടകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. മധുരമുള്ള അടകളാണല്ലോ നമ്മളെപ്പോഴും കഴിക്കാറ്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ ഒരു അട ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഇത് കുഴച്ച് വെച്ച ശേഷം ഒരു വാഴയില വൃത്തിയാക്കി എടുത്ത ശേഷം അതിനകത്തേക്ക് നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ ഈ മാവ് അതിനകത്ത് പരത്തി, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. ഞാൻ പല അടകളൊക്കെ പലവിധ മധുരമുള്ളത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെ സ്പൈസി ആയ ചിക്കൻ അട ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഇല മടക്കിയിട്ട് ഒരു അപ്പച്ചെമ്പിനകത്തേക്ക് നമ്മൾ ആവിയിൽ കയറ്റി വേവിക്കാനായിട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും ഇലയട റെഡിയായി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇലയട റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.